എന്റെ പറ നടന്നക്ക് മതിയായി. വേറെ ആരെങ്കിലും തപ്പിട്ട് പോയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് പോണോ? ഇങ്ങോട്ടൊക്കെ ഇവിടെ സുപ്രസിദ്ധരാന്ന് ഒരു സാധനം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റഹ്മാൻസ് വീക്കെൻഡ്. അപ്പോ ഇത് ഇന്ന് നമ്മുടെ കൂർഗ് എക്സ്പ്ലോറിന്റെ രണ്ടാമത്തെ പാർട്ടി വീഡിയോ ആണ് അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് രണ്ടാമത്തെ ലൊക്കേഷൻ എന്നും പറയാം. അപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലത്താണുള്ളത്. നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു ഫോറസ്റ്റ് എന്നും പറയാം. ഫോറസ്റ്റ് അല്ല, എന്താ പറയാ, ഒരു ബാംബു ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. പുറത്തുനിന്ന് നോക്കുമ്പോ അങ്ങനെയെല്ലാം കാണും. പക്ഷെ ഉള്ളിൽ നല്ല അടിപൊളി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എന്താ പറയാ, അഡ്വഞ്ചറസ്. അതെ, അഡ്വഞ്ചേഴ്സ്. പിന്നെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം ഈ പ്രകൃതി സ്നേഹികൾക്കൊക്കെ ഒരു മുൻഗണന കൊടുക്കുന്ന ഒരു സ്ഥലം. അത് ഒരു പ്രകൃതി സ്നേഹികൾക്ക് പറ്റിയൊരു സ്ഥലം, അങ്ങനെ പറയാം. ഇപ്പോ സ്ഥലത്തിന്റെ പേര് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിസർഗധാമ, കാവേരി നിസർഗധാമ. അപ്പോ നല്ല അടിപൊളി സ്ഥലമാണ്. ബോട്ടിങ്, പിന്നെ എന്താ പറയാ, ഈ മറ്റേ സിപ്പ് ലൈന് ഒക്കെ ഉണ്ട്. നല്ല അഡ്വഞ്ചറസ് പ്ലേസ് ഒക്കെ ആണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മിപ്പോ ഇവിടെ വന്നിട്ട് ഒരു ടിക്കറ്റ് എടുത്തോ. അപ്പോ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. അപ്പൊ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് കിട്ടും. ഇത് കാണിക്കാം, ഉള്ളിൽ കയറാം. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. ഓക്കെ, എൻട്രൻസ് തന്നെ നല്ലൊരു അടിപൊളി തൂക്കുപാലാണ്. അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളി. താഴെ എന്താടാ ഇതിന്റെ പറയല്? അതല്ല, മറ്റേ പാഡിൽ ബോട്ട്. അതെ, പാഡിൽ ബോട്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ബോട്ടിങ്ങിലേക്ക് പോയാലോ? ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. എന്തായാലും നമുക്ക് വരുന്ന സമയത്ത് പോവാല്ലേ? ഇതിന്റെ ഉള്ളില് എന്താ പറയാ, ഡിയർ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്താ എന്താ പറയാ, മാനുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള റിസോർട്ടാണ്. അപ്പൊ സംഭവം ഇപ്പം അവിടെ അന്വേഷിച്ചപ്പോ ഇപ്പം അത് വർക്ക് ഇതില്ല, ക്ലോസ്ഡ് എന്നാ പറഞ്ഞത്. 2-3 മാസത്തിന്റെ ഉള്ളിൽ എന്തായാലും ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം
നൈറ്റ് സ്റ്റേ ഒക്കെ ഉള്ളതാണ്, നല്ല അടിപൊളിയായിരിക്കും. ഒരു 2-3 മാസത്തിന് ശേഷം എന്തായാലും അത് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു അവിടെ ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളി സ്ഥലമാണ്. വീഡിയോ അല്ലേ, വീഡിയോ ആക്കണം അല്ലേ, സാമ്പിൾസിലാക്കാം ആ കാടിക്ക്. നല്ല അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. നല്ല എന്താ പറയാ, കളാണ്. പണ്ടത്തെ കോൽക്കൽ പണ്ടതല്ല, ഇതിപ്പോഴുണ്ടോന്ന് നമ്മുടെ നാട്ടിലല്ലേ. ബാ ട്രീ ഹൗസ് ഒക്കെ ഫുള്ളായ സ്ഥിതിക്ക് നമുക്ക് എന്താ ചെയ്യാ, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒന്ന് ചില്ലായിട്ടൊക്കെ പോവാ അല്ലേ. എന്തായാലും നമുക്കിതാ ആ കാണുന്ന മരത്തിന്റെ താഴെ പോവാ, അതാകുമ്പോ നല്ല വൈബായിരിക്കും. ഏത് മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. മലയാളിച്ച ഇതിന്റെ ഉള്ളിലെ അവസാനത്തെ ഒരു എന്താ പറയാ, ഇന്റെ പേരെ നടന്ന് നമുക്ക് മതിയായി. വേറെ ആരെങ്കിലും തപ്പിട്ട് പോകും. തപ്പിപ്പോണം കേട്ടാ. ഇങ്ങോട്ട് വെച്ചിട്ട് പോണം. ഇങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് ഇതെന്നാലും ഇല്ലേ. അല്ലല്ല, അവിടെ ഒരു ഇതും കൂടിയാണ്, കാവേരി നദി.
ഗൈസ് ഇതാണ് റിവർ സൈഡ്. വെള്ളമൊന്നുമില്ല, വെള്ളം ഉണ്ടായതായിരുന്നു. എന്താ പറയാ, വെള്ളമെല്ലാം ചൂടിന് വറ്റിപ്പോയി, സൂര്യൻ കൊണ്ടുപോയി. ബാ അപ്പം നമുക്ക് തിരിക്കാല്ലേ ബാ. അപ്പോൾ ഗൈസ് കപ്പിൾസിനൊക്കെ നല്ല എന്താ പറയുക യൂസ്ഫുൾ ആയിക്കൂടെ ഈ ഒരു സ്ഥലം? പൊളിക്കും. കപ്പിൾസിന് മാത്രമല്ല മണല്ല, ബസ് അത് അത്യാവശ്യം പ്രൈവസി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഫുള്ള് കാടുണ്ട് നോക്ക്. പിന്നെ കൊറേ നടക്കാനുണ്ട്, കുറച്ചൊന്നല്ല. മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി ഒന്ന് ചില്ലായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ്, പെർഫെക്റ്റ് സ്ഥലമാണ്. ഇതിപ്പോ വല്ലാണ്ട് ആടുന്നുണ്ട് കേട്ടോ അല്ലേ ആവാസ? അങ്ങനെ ഈ സംഭവത്തിന്റെ പുറത്തെത്തിയിട്ടുണ്ട് ഇപ്പം. ഇപ്പൊ ഉള്ളിലുള്ളത് 2 മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടാവും. നല്ല ചില്ലായിട്ട് എന്താ പറയാ, നല്ല ചില്ലായിട്ട്. ഇത് വേറൊരു സംഭവം കൂടിയുണ്ട്, നല്ല അടിപൊളി മാർക്കറ്റ്, ഓൾ ഇൻ ഓൾ മാർക്കറ്റാണ്. എന്താ പറയുക, എല്ലാ സംഭവവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്യാവശ്യം ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, പിന്നെ അങ്ങനെ ഡ്രസ്, ഗാർമെന്റ്സ്, പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളിയാണ്. ഗിഫ്റ്റ് ഐറ്റംസ് ഇതാ.
അപ്പൊ ഇതിന്റെ പുറത്തുള്ള ഒരു മാർക്കറ്റാണ്. നല്ല അടിപൊളി മാർക്കറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ വില റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അറക്കലാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ അല്ല, ഈ സെക്കൻഡ് ലൊക്കേഷൻ ഇതാണ്. സംഭവം ഇങ്ങനെയാണ്. അപ്പൊ ഉള്ളില് വേറെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എന്താ പറയാ, ഈ സ്റ്റേയിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പം അത് നിർത്തിയിട്ടുള്ളത്. ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞാല് അത് ആക്റ്റീവ് ആവുന്ന പറഞ്ഞത്, അന്വേഷിച്ചിട്ടുണ്ടായി നേരത്തെ. അപ്പം അടിപൊളിയായിരിക്കും. അപ്പൊ ഒരു എന്താ പറയാ, ഈ കാടിന്റെ ഉള്ളില് ട്രിപ്പ്, അതൊക്കെ കാടിന്റെ ഉള്ളില് ഒരു റിസോർട്ടൊക്കെ എടുത്ത് സ്റ്റേ അടിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വൈബായിരിക്കും. അപ്പൊ എങ്ങനെ, അപ്പൊ സംഭവം അടിപൊളിയല്ലേ? അപ്പൊ ഈ ചെറിയൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഷെയർ ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാൾ എന്താ പറയാ, അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർ ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിലേക്ക് അടിക്കാം. അപ്പൊ അതുവരെ ഹക്കുന മഠാട്ട ഐസ്.